പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ, ധന്യമാമീ വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ ഭാവാ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം പിശാചിനെ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 ദിനരാത്രങ്ങൾ യേശു അവിടെ ഉപവസിച്ചു, ജലപാനമില്ലാതെ ജീവിച്ചു. അവന് വിശന്നു. വചനം പറയുകയാണ്, പിശാച് പ്രലോഭൻ കടന്നു വന്നു. പിശാച് യേശുവിനോട് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക, അത് നടക്കും. അങ്ങനെ നീ ഭക്ഷിച്ചോ, നിന്റെ വിശപ്പ് മാറ്റിക്കോ. പ്രലോഭിക്കുകയാണ്. വലിയൊരു സന്ദേശം കിടപ്പുണ്ട്, മനുഷ്യ മക്കൾക്കുള്ള സന്ദേശം. ഇന്ന് മനുഷ്യർക്കുള്ള വിശപ്പ് എന്താണ്? ലോകത്തോടുള്ള മൈത്രി വിശപ്പാണ്. പണത്തോടുള്ള ആസക്തി വിശപ്പാണ്. ലൈംഗിക ആസക്തി വിശപ്പാണ്. ആഡംബരാസക്തി വിശപ്പാണ്. സ്ഥാനമാനാസക്തി വിശപ്പാണ്. ലഹരികളോടുള്ള ആസക്തി വിശപ്പാണ്. കല്ലുകൾ എന്താണ്? ഈ വിശപ്പ് മാറ്റാനുള്ള വസ്തുക്കളാണ് ഈ കല്ലുകൾ. പണത്തിന്റെ ആസക്തി മാറ്റുവാനുള്ള കല്ലുകൾ. കള്ളക്കടത്ത്, കരിഞ്ചന്ത, എങ്ങനെ വേണേ പണം സമ്പാദിക്കാം, അതിനുള്ള വസ്തുക്കളാണ് ഈ കല്ലുകൾ. മദ്യം, മയക്കുമരുന്ന് വിറ്റ് അസത്യത്തിലൂടെ പണം സമ്പാദിക്കാം, പണം നേടണം, ഈ വിശപ്പ് അകറ്റണം. അതാണ് ഈ കല്ലുകളെ പ്രിയമുള്ള അപ്പമാക്കി മാറ്റി ഇനി ഭക്ഷിക്കുക. പിശാച് പറഞ്ഞു തരികയാണ്, ജീവൻ നശിപ്പിക്കുകയാണ്. ലൈംഗികാസക്തി. കല്ലുകൾ എന്താണ്? വ്യക്തികളാണ്. ഇവരെ അപ്പമായി നീ എടുത്ത് ഉപയോഗിക്കുക, നിന്റെ ആസക്തി മാറ്റുക, നിന്റെ വിശപ്പ് മാറ്റുക. തെറ്റായ ബന്ധങ്ങൾ, ജീവൻ നശിപ്പിക്കുകയാണ് പിശാച്. ആഡംബരാസക്തി, ലോകത്തിന് എല്ലാ പ്രൗഢികളും എടുത്ത് ഉപയോഗിക്കുക, ധൂർത്തടിക്കുക, ആഡംബരത്തോടെ ജീവിക്കുക, അങ്ങനെ നിന്റെ വിശപ്പകറ്റുക. അതിലുള്ള കല്ലുകളാണിത്. ലഹരിയാസക്തി, മദ്യം ഉപയോഗിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക, എന്നിട്ട് ലഹരി മാറ്റുക, നിന്റെ വിശപ്പ് മാറ്റുക. അതിനെ അപ്പമാക്കി മാറ്റി നീ സ്വീകരിക്കുക. എല്ലാ ആസക്തികളും മാറ്റുവാൻ കല്ലുകൾ കാണിച്ചു തരികയാണ്. ഇത് അപ്പമാക്കി നീ സ്വീകരിച്ചു. നമ്മൾ അപ്പമാക്കി മാറ്റി സ്വീകരിക്കുന്നു. ലോകത്ത് അതാണ് നടക്കുന്നത്. യേശു എന്തു പറഞ്ഞു? അത് കേൾക്കുന്നില്ല. യേശുവിന് മറുപടി കൊടുക്കണം പിശാചിന്. മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്, വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ദൈവം എന്തു പറയുന്നു അത് മാത്രമാണ് ചെയ്യേണ്ടത്. അവിടെയാണ് ജീവൻ. അവൻ പറഞ്ഞത് കേട്ടാൽ നിനക്ക് ജീവനുണ്ട്. പിശാച് പറയും കല്ലുകൾ അപ്പമാക്കി മാറ്റി ഭക്ഷിച്ചാൽ നീ നശിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്നില്ല. യേശു പറയുന്ന വാക്കുകൾ കേട്ട് നീ ജീവനിലേക്ക് പ്രവേശിക്കുക. ഇനി പ്രലോഭനം ഉണ്ടാകാതിരിക്കുക. അവസാനം ഇങ്ങനെയും ചെയ്തു, ഇതെന്റെ ശരീരമാണ്, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. കുർബാന നൽകി. ലോകത്തിന്റെ വിശപ്പകറ്റ നീ പോകണ്ട. നിനക്ക് വിശന്ന നീ എന്നെ സ്വീകരിക്കുക, നിത്യജീവനിലേക്ക് കിടക്കുക. വിശുദ്ധ കുർബാന ഇന്ന് നിനക്ക് അതും കൂടി ഭക്ഷിക്കാൻ തന്നിരിക്കുകയാണ്, നിന്റെ വിശപ്പകറ്റുവാൻ.